നമസ്കാരം. മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ഒറ്റസ്വരത്തിൽ ആവശ്യപ്പെട്ടു. കർണാടകത്തിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോട് ഡൽഹിയിലെത്താൻ സോണിയാഗാന്ധി നിർദ്ദേശിക്കുകയും ചെയ്തു. നേതാക്കളുടെ അഭിപ്രായത്തിന്റെ രത്നച്ചുരുക്കം ഖാർഗെയുമായി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബുധനാഴ്ച ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കപ്പെടുന്നത്. ഇതിൽ ആരെ നിശ്ചയിക്കണമെന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ സമവായമുണ്ടാകാത്തതാണ് പ്രഖ്യാപനം നീളാൻ കാരണം. വി.എം. സുധീരൻ അടക്കമുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായും മുൻ കെ.പി.സി.സി. അധ്യക്ഷന്മാരുമായും രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ചകൾ നടത്തി. ജനവികാരം ഉൾപ്പെടെ തന്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടിക്കാഴ്ചയിൽ സംതൃപ്തിയുണ്ടെന്നും ചർച്ചകൾക്ക് ശേഷം വി.എം. സുധീരൻ വ്യക്തമാക്കി. എ.കെ. ആന്റണി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡ് ഫോൺ വഴി തേടിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി സംസ്ഥാനത്ത് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും ഗ്രൂപ്പ് തിരിഞ്ഞ് തെരുവിലിറങ്ങിയും നേതാക്കൾ നടത്തുന്ന ശക്തി പ്രകടനങ്ങളിൽ രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ അതൃപ്തി രേഖപ്പെടുത്തി. ഇത്തരത്തിലുള്ള നടപടികൾ മുന്നണിയുടെ വിജയത്തിളക്കം കെടുത്തിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രകടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ഹൈക്കമാൻഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എം.എൽ.എമാരെ സ്വാധീനിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നോ എന്ന കാര്യവും രാഹുൽ ഗാന്ധി നേതാക്കളോട് ചോദിച്ചറിഞ്ഞു. ബംഗളൂരുവിലെ പരിപാടികൾ റദ്ദാക്കി മല്ലികാർജുൻ ഖാർഗെ ഡൽഹിയിൽ തിരിച്ചെത്തിയതോടെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഭരണ തുടർച്ച ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ വൈകുന്നതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ലീഗ് നേതാവ് പി. അബ്ദുൽ ഹമീദ് ഉൾപ്പെടെയുള്ളവർ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായി. എം.എൽ.എമാരുടെ പിന്തുണ നോക്കണമോ അതോ പൊതുസമ്മതിയുള്ള നേതാവിനെ കൊണ്ടുവരണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഹൈക്കമാൻഡ്. തർക്കം പരിഹരിക്കാൻ സർവ്വസമ്മതനായ മൂന്നാമതൊരാളെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മുരളീധരനും സുധീരനും ഒഴികെ മറ്റെല്ലാവരും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതിനോട് യോജിച്ചു എന്നാണ് അറിയുന്നത്. വി.ഡി. സതീശന് അനുകൂലമായി ജനവികാരമുണ്ടെന്ന് പറഞ്ഞ മുരളീധരൻ ഹൈക്കമാൻഡ് എന്തു തീരുമാനമെടുത്താലും വൈകരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു.